ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഒരു പിടി നല്ല മത്സരങ്ങളാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഇതിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മത്സരങ്ങളിൽ ഒന്ന് അത് കരുത്തരായ PSG-യും FC ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ്. ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം PSG-ക്ക് കളിക്കേണ്ടി വരിക. നിലവിലെ ജേതാക്കളായ PSG, അതുപോലെ തന്നെ സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ബാഴ്സയും കൊമ്പ് കോർക്കുമ്പോൾ അത് ആരാധകരെ ആവേശഭരിതമാക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും FC ബാഴ്സലോണയ്ക്ക് വേണ്ടി മുൻപ് കളിച്ചിട്ടുള്ള, അവരെ ഒരുപാട് കാലം പരിശീലിപ്പിച്ചിട്ടുള്ള ലൂയിസ് എൻറിക്കെയാണ് നിലവിൽ PSG-യുടെ പരിശീലകൻ. അദ്ദേഹത്തിന് കീഴിലാണ് അവർ അസാധാരണമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലിക്കും ലൂയിസ് എൻറിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, അതല്ലെങ്കിൽ ലൂയിസ് എൻറിക്കെ ബാഴ്സക്കെതിരെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അത് എങ്ങനെയാവും എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതേക്കുറിച്ച് എൻറിക്കെ തന്നെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത്, ഇങ്ങനെയൊരു മത്സരം സംഭവിക്കുന്നതിൽ താൻ ഹാപ്പിയല്ല, ഇതൊരൽപ്പം വേദനാജനകമാണ് എന്നൊക്കെയാണ് എൻറിക്കെ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇതിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. PSG പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സയെ നേരിടുന്നതിൽ ഒരേ സമയം പോസിറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് ഫീലിങ്സും ഉണ്ട്. ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് വളരെ സ്പെഷ്യലായ ഒന്നാണ്. കാരണം അത് എൻ്റെ വീടാണ്. ബാഴ്സക്കെതിരെ കളിക്കുക എന്നുള്ളതും സ്പെഷ്യലായ കാര്യമാണ്. കാരണം ഹൈ ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന, നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ബാഴ്സലോണ. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നിന്നും സംസാരിക്കുകയാണെങ്കിൽ ബാഴ്സക്കെതിരെയുള്ള മത്സരം വേദന ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ക്ലബിനെയാണ് എനിക്ക് നേരിടേണ്ടി വരുന്നത്. അത് എപ്പോഴും കഠിനമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയല്ല. വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇതാണ് PSG-യുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും രണ്ട് വിഖ്യാതരായ പരിശീലകരായിരിക്കും ഏറ്റുമുട്ടുക. ഹാൻസി ഫ്ലിക്കും ലൂയിസ് എൻറിക്കയും ഏറ്റുമുട്ടുമ്പോൾ അന്തിമ വിജയം ആർക്കായിരിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.